അതെങ്ങനെ കിട്ടി? ഇപ്പൊ ജീവനോടെ ഇല്ലാത്ത മരിച്ചു പോയിട്ടുള്ള ഒരാളെ, അതായത് നിനക്ക് ഇനി കാണണമെന്ന് ഒരുപാട് കാണണമെന്ന് ആഗ്രഹമുള്ള ഒരാളെ എൻ്റെ മനസ്സിലുണ്ടാവുന്നു. അങ്ങനെ ഒരാളെ കുറിച്ച് ചിന്തിക്കുക. അത് ഒരു മരിച്ചു പോയിട്ടുള്ള ഒരാളാണ്, അല്ലാതെ ജീവനോടുള്ള ആളെ കുറിച്ച് ചിന്തിക്കുക. മരിച്ചു പോയിട്ടുള്ള ഒരാളെ കുറിച്ച് ചിന്തിക്കുക, നന്നായിട്ട് ചിന്തിക്കുക. ഒരു നിനക്ക് വേണ്ടപ്പെട്ട ഒരാളാവാം, നിൻ്റെ പേഴ്സണലി നിന്നോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഫാമിലിയുടെ ബന്ധത്തിലുള്ള ആൾക്കാരാവാം, അല്ലെന്നുണ്ടെങ്കിൽ അതല്ലാത്ത ആൾക്കാരാവാം, ഏത് വേണ്ടോ എൻ്റെ ഇഷ്ടമാണ്. ചിന്തിച്ചത് അത് ഏത് ഫാമിലി ആണോ അല്ലയോ എന്നുള്ളത് മാത്രം ഒന്ന് മനസ്സിലേക്ക് ചിന്തിച്ചു. ഫാമിലിക്കാരനല്ല, അത് ഓൾറെഡി തലയാട്ടി കാണിച്ചിരുന്നു, അങ്ങനെ കാണിക്കരുത്. ഓക്കെ ഇനി മനസ്സിലേക്ക് നന്നായിട്ട് മനസ്സിലാതെ ഏത് ഒരു മൂവി സ്റ്റാർ ആണോ, അല്ലെങ്കിൽ ഒരു സ്പോർട്സ്മാൻ ആണോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആർട്ടുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരാളാണല്ലേ. ലെറ്റ് ഇറ്റ് ബി. ജസ്റ്റ് ആളുടെ മുഖം മനസ്സിലേക്ക് നോക്കുന്നത് നന്നായിട്ട്. ഞാനിത് പറഞ്ഞ് നമുക്ക് നല്ല രീതിയിലുള്ള ഇത് വരണം കേട്ടോ. ആളുടെ ശരിയാവുകയാണെന്നുണ്ടെങ്കിൽ ഇത് ചെയ്യുക, നന്നായിട്ടൊന്ന് ചിന്തിക്കുക. ആരാണെന്നുള്ളത് ചിന്തിക്കുക, മനസ്സിലേക്ക് ചിന്തിച്ച്. ഇപ്പോൾ ഇവിടെ ഒരാളുടെ മുഖം ഇവിടെ നമ്മൾ എന്താ പറയുക തെളിഞ്ഞു വരുന്നതായിട്ടൊന്ന് മനസ്സിൽ ചിന്തിക്കുക. എന്നിട്ട് ആളുടെ ഫസ്റ്റ് ലെറ്റർ തൊട്ടെല്ലാം ഇങ്ങനെ ABCDEFG പോലെ, ആളുടെ പേരിൽ ഇപ്പോൾ മെസ്സി എന്നൊരു വ്യക്തിയെ കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ MESSI എന്നാണ്. അതുപോലെ ജസ്റ്റ് ഒന്ന് ആളുടെ പേര് ഈച്ച് വേർഡ് ബൈ വേർഡായിട്ട്, ലെറ്റർ ബൈ ലെറ്റർ ആയിട്ടൊന്ന് പോട്ട് നോക്കും. ഓക്കെ, വലിയ പേരാ അല്ലേ. ഓക്കെ, പാട്ടുകാരനാണല്ലേ. ബാലസുബ്രഹ്മണ്യം. അതെങ്ങനെ കിട്ടി? ആണല്ലേ.